ചന്ദ്രിക ദിനപത്രം 2025 നവംബർ 13 വ്യാഴം. PK ഷറഫുദ്ദീൻ എഴുതുന്നു: വികേന്ദ്രീകരണത്തിലെ ഇടത് കാപട്യം. ഭാഗം 1. നോക്കുകുത്തിയാക്കപ്പെട്ട പഞ്ചായത്തി രാജ്. 73-74 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി രാജ്യത്ത് ഏറ്റവും ശക്തമായ പഞ്ചായത്ത് രാജ് നിയമം നടപ്പാക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളം. രാജ്യത്തിന് മാതൃകയായ പ്രാദേശിക ഭരണ സംവിധാനമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. 1994 പാസാക്കപ്പെട്ട കേരള പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ 1995 ആദ്യ ഭരണസമിതി നിലവിൽ വന്നത്. ഇതിനുശേഷം തദ്ദേശ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് വിവിധ സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ അധികാര വികേന്ദ്രീകരണത്തെ പിറകോട്ട് വലിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഇതുമൂലം കേരളം ഈ രംഗത്ത് ഏറെ പിറകോട്ട് പോയി. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന് വേണ്ടി സ്വതന്ത്ര ഏജൻസി വിവിധ സംസ്ഥാനങ്ങളിലെ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയുടെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തിയിരുന്നു. ഈ റിപ്പോർട്ടിലെ സൂചികയിൽ പല മേഖലകളിലും കേരളം പിറകിലാണ്. കർണാടകയെയാണ് മികച്ച പ്രകടനം നടത്തിയ സംസ്ഥാനമായി കണ്ടെത്തിയത്. കാര്യശേഷി വികസനത്തിൽ തെലങ്കാന ഒന്നാമതെത്തിയപ്പോൾ കേരളത്തിൻ്റെ സ്ഥാനം 12. ധനവികേന്ദ്രീകരണം, ഉദ്യോഗസ്ഥ പുനർവിന്യാസം, അധികാര കൈമാറ്റം എന്നിവയിലും കേരളം പിന്നിലായി. സംസ്ഥാന സർക്കാർ സമീപകാലത്ത് സ്വീകരിക്കുന്ന നയങ്ങളാണ് ഇതിന് കാരണം. പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾ ദുർബലപ്പെടുത്തി അധികാര കേന്ദ്രീകരണത്തിനുള്ള ശ്രമം സംസ്ഥാനത്ത് സജീവമാണ്. വകുപ്പ് ഓഫീസും കേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ നടപ്പ് ഏജൻസിയുമായി തദ്ദേശ സ്ഥാപനങ്ങൾ മാറി. സർക്കാർ രൂപീകരിച്ച വിവിധ മിഷനുകളുടെ പ്രവർത്തനം തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം കവരുന്ന രീതിയിലാണ്. 70% ഫണ്ടും ഏതെല്ലാം മേഖലയിൽ ചിലവഴിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കുന്നു. ഏതെല്ലാം പദ്ധതികൾ ഏറ്റെടുക്കണമെന്നും സർക്കാർ നിർദ്ദേശിക്കുന്നു. അതോടെ പ്രാദേശികാസൂത്രണവും ഗ്രാമസഭകളും പ്രഹസനമായി. മരാമത്ത് പ്രവൃത്തികൾ ജനകീയ കമ്മിറ്റികളിൽ നിന്നും മാറി കരാറുകാർക്ക് മാത്രമായി ചുരുങ്ങി. വിവിധ വകുപ്പുകളിന്മേലുള്ള നിയന്ത്രണാധികാരം അതത് വകുപ്പുകൾ നിയമവിരുദ്ധ ഉത്തരവുകളിലൂടെ തിരിച്ചുപിടിക്കുന്നു. ഭവന പദ്ധതി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം, ബാറുകൾക്ക് അനുമതി നൽകാനുള്ള അധികാരം, അതിദരിദ്ര പട്ടിക തയ്യാറാക്കാനുള്ള അധികാരങ്ങളെല്ലാം ഗ്രാമസഭകൾക്ക് നഷ്ടമായി. തദ്ദേശ സ്ഥാപന അനുമതിയില്ലാതെ സംരംഭം ആരംഭിക്കാനുള്ള അവസരം വ്യവസായ വകുപ്പ് ഒരുക്കി. ഭരണസമിതിക്ക് മുകളിൽ സെക്രട്ടറിക്ക് അധികാരം നൽകുന്ന പല ഉത്തരവുകളും പുറത്തു വന്നിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ പദ്ധതികൾക്കും പ്രവർത്തനങ്ങൾക്കും തദ്ദേശ സ്ഥാപനം തുക കൈമാറേണ്ട സ്ഥിതിയുണ്ട്. വിവിധ വകുപ്പുകൾ നിർവഹിക്കേണ്ട അങ്കണവാടി ജീവനക്കാരുടെ അധിക സേവനം, സംരക്ഷരത പ്രേരക് വേതനം, സാമൂഹ്യ സുരക്ഷാ മിഷൻ സംഭാവന, കോക്ലിയർ ഇംപ്ലാന്റേഷൻ റിപ്പയർ, ഗ്രാമവണ്ടി എന്നിവയ്ക്ക് പുറമെ ജില്ലാ പ്ലാൻ എന്ന പേരിൽ അടിച്ചേൽപ്പിക്കുന്ന പദ്ധതികൾക്കും തുക കൈമാറേണ്ടി വരുന്നു. ആവശ്യമായ ജീവനക്കാരെ അനുവദിക്കുന്നതിനും തസ്തിക രൂപീകരിക്കുന്നതിനും നടപടിയില്ലാത്തതും പ്രതിസന്ധിയിലാണ്. തയ്യാറാക്കിയത് ദിഷണ അക്കാദമി ഇരുമ്പുഴി. ശബ്ദം KVA അസീസ് ചുങ്കത്തറ.